അഭിയുടെ അമ്മ ദുർഗാദേവി പാലാഴി തറവാട്ടിലെ ചന്ദ്രവർമ്മയുടെയും സുധർമ്മയുടെയും ഒരേ ഒരു മകളായിരുന്നു. അവർക്ക് 3 ചേട്ടന്മാരും ഉണ്ടായിരുന്നു. കുഞ്ഞിലെ സംഗീതത്തിലും നൃത്തത്തിലും താല്പര്യമുള്ളവർ സംഗീതം പഠിക്കാൻ പട്ടാമ്പിക്ക് പോയി. അവിടെ വെച്ചാണ് അഭിയുടെ അച്ഛൻ ശേഖരനെ പരിചയപ്പെടുന്നതും അടുപ്പത്തിലാകുന്നതും. വീട്ടുകാർ പോലും സമ്മതത്തിന് കാത്തു നിൽക്കാതെ ശേഖർ ദുർഗയെ വിവാഹം കഴിച്ചു. ആരും അറിയാതെ അവർ തങ്ങളുടെ ജീവിതം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ വിവാഹം കഴിഞ്ഞ് 4 മാസത്തിന് ശേഷം വീട്ടുകാരോട് സംസാരിച്ച ദുർഗയെ ഈശ്വരമഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് വാക്കുകൊടുത്തു പോയ ശേഖർ പിന്നെ തിരിച്ചു വന്നില്ല. അന്ന് അവരെ അന്വേഷിച്ചു പോയ ദുർഗ കാണുന്നത് തൻ്റെ ഭർത്താവ് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തയ്യാറായി നിൽക്കുന്നതാണ്. ഹൃദയം തകർന്ന വേദനയോടെ ആ മനസ്സുകൊണ്ട് ശേഖരനെ അവിടെ ഉപേക്ഷിച്ച് അവർ പോകുമ്പോൾ അഭിമന്യുവിനെ അവർ ഉദരത്തിൽ ചുമക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ദുർഗാദേവിയുടെ പോരാട്ടമായിരുന്നു. സ്നേഹിച്ചാളെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഭർത്താവ് ആളും വീട്ടുകാരും ഉപേക്ഷിക്കപ്പെട്ട അവർ സ്വയം ജീവിതത്തോട് പൊരുതി. അഭിയെ പ്രസവിച്ച് തനിച്ചു വളർത്തി. പക്ഷെ അവൻ്റെ 10ാം വയസ്സിൽ ക്യാൻസറിന് മുൻപിൽ ദുർഗയ്ക്ക് മുട്ടുമടക്കേണ്ടി വന്നു. അമ്മ മരിച്ച അനാഥയായ അഭിയെ അവൻ്റെ അച്ഛൻ ഈശ്വരമഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷെ അവിടെ അവൻ അനുഭവിക്കേണ്ടി വന്നത് നരകയാതനയായിരുന്നു. ഒരു നിമിഷം നിറഞ്ഞ കണ്ണുകളോടെ കിഷോറിനെ നോക്കി നിന്നു. കിഷോറിൽ നിന്ന് പിന്നീട് അഭി ഈശ്വരമഠത്തിൽ അനുഭവിക്കേണ്ടി വന്നതൊക്കെ അറിഞ്ഞതും അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് കിഷോർ സംസാരിച്ചു തുടങ്ങി. അന്ന് മഹേശ്വരി അവനെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്ന വഴിക്ക് അവനെ രക്ഷിച്ചത് കൃഷ്ണയുടെ അച്ഛനാണ്. അതറിഞ്ഞ കൃഷ്ണയുടെ അച്ഛനെ കൊന്നതും മഹേശ്വരിയാണ്. അന്ന് അവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട അഭി ചെന്ന് പെട്ടത് ഇന്ദ്രദേവൻ എന്ന അവൻ്റെ അമ്മയുടെ ഇളയ സഹോദരൻ്റെ അടുത്താണ്. ആദ്യം തന്നെ അനന്തരവനാണ് അഭി എന്നറിയാതെയാണ് അദ്ദേഹം അവനെ രക്ഷിച്ചതെങ്കിലും പിന്നെ സത്യം അറിഞ്ഞ് അദ്ദേഹം അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അവരുടെ അച്ഛൻ അഭിയെ സ്വീകരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഇന്ദ്രനെങ്കിൽ തന്നെയാണ് അവനെ ഹോസ്റ്റൽ നിർത്തിയതും പഠിപ്പിച്ചതും. പൊതുവെ കർഷകരായ അദ്ദേഹം അവിവാഹിതനാണ്. തറവാട് വക സ്വത്തിലോ സമ്പത്തിലോ കൈകടത്താതെ ഒരു കിളിയെ പോലെ പറന്നു നടക്കാനാണ് ഹോബി. അവൻ്റെ ചിലവുകളൊക്കെ അങ്കിൾ തന്നെ നോക്കി. വെക്കേഷൻ മാത്രം അവനോടൊപ്പം നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഗസ്റ്റ് ഹൗസിൽ നിൽക്കും. ഒരു നട്ടെല്ലായി അദ്ദേഹം പുറകെ ഉണ്ടെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങിയതും ട്രസ്റ്റ് രൂപീകരിച്ചതുമെല്ലാം അവൻ തന്നെയാണ്. അവൻ്റെ ഓരോ രൂപയും അവൻ്റെ മാത്രം അധ്വാനമാണ്. ഒരു പിൻബലമായിരുന്നു ഇന്ദ്രനെങ്കിൽ. അവൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാം അഭിയുടെ തന്നെ അധ്വാനമായിരിക്കണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാശിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചന്ദ്രവർമ്മയ്ക്കും ഭാര്യ സുധർമ്മയ്ക്കും 3 ആണും 1 പെണ്ണുമാണ്. ചന്ദ്രദേവ്, സൂര്യാദേവ്, ഇന്ദ്രദേവ്, ദുർഗാദേവി. പാരമ്പര്യമായി സ്ത്രീകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന കുടുംബമാണ് പാലാഴി. അതുകൊണ്ട് തന്നെ അച്ഛൻ ചന്ദ്രവർമ്മയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾക്കും അധികാരത്തിനും അടുത്ത അനന്തരാവകാശി ദുർഗാദേവി ആയിരുന്നു. ആ കുടുംബത്തിൽ മറ്റാരേക്കാളും പ്രാധാന്യം ദുർഗയ്ക്ക് തന്നെയായിരുന്നു. 3 സഹോദരന്മാരുടെയും സ്നേഹവും വാത്സല്യവും ഏറ്റുവാങ്ങി വളർന്നവർ. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അവർ തങ്ങളുടെ ഇളയ മകളെ വളർത്തിയത്. അതുകൊണ്ടായിരിക്കാം തങ്ങളെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം മറ്റൊരാളെ വിവാഹം കഴിച്ച മകളെ അവർക്ക് തള്ളിപ്പറയേണ്ടി വന്നത്. സ്വന്തം ജ്യേഷ്ഠന്മാരായ ചന്ദ്രദേവിനെയും സൂര്യദേവിനെയും പോലെ ഇന്ദ്രദേവിനും തൻ്റെ സഹോദരിയോട് ദേഷ്യമായിരുന്നു. അതുകൊണ്ട് ദുർഗയെക്കുറിച്ച് ആരും അന്വേഷിക്കുക പോലും ചെയ്യാതിരുന്നത്. പക്ഷേ തൻ്റെ സഹോദരി മരിച്ചു ഒറ്റപ്പെട്ടു നിൽക്കുന്ന അനന്തരവനെ ഉപേക്ഷിക്കാൻ ഇന്ദ്രദേവിന് കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അവനെ പാലാഴി തറവാട്ടിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും സഹോദരന്മാരും ഒട്ടും മനസ്സാക്ഷിയില്ലാതെ അഭിയെ സ്വീകരിക്കില്ലെന്ന് പറഞ്ഞു. അന്ന് അഭിമന്യുവിനെ കൊണ്ട് തന്നെ ഈ അവഗണയ്ക്ക് മറുപടി ചോദിപ്പിക്കും എന്ന് വെല്ലുവിളിച്ചാണ് ഇന്ദ്രദേവ് അവനെയും കൊണ്ട് ആ പടിയിറങ്ങിയത്. അന്ന് മുതൽ അഭിയുടെ കൂടെ എന്തിനും ഏതിനും ഇന്ദ്രദേവുണ്ട്. എല്ലാവരും തള്ളി പറഞ്ഞിട്ടും അവൻ്റെ കൂടെ നിന്ന് അമ്മാവനോട് അഭിക്ക് മറ്റാരേക്കാളും കടപ്പാടുണ്ട്. അതുകൊണ്ട് അമ്മാവൻ്റെ വാക്ക് പാലിക്കാൻ കൂടെ വേണ്ടിയാണ് അഭി ഓരോന്നും വെട്ടിപ്പിടിച്ചത്. പിന്നെയും വർഷങ്ങൾക്ക് ശേഷം അഭിയുടെ ബിസിനസ് നല്ലപടി ഉയർന്നതിന് ശേഷമാണ് അവൻ്റെ അച്ഛൻ എഴുതി വെച്ച വിൽപത്രത്തിനെക്കുറിച്ച് അവൻ അറിയുന്നത്. അവന് 35 വയസ്സ് തികയുന്ന അന്ന് ഈശ്വരമഠത്തിലെ സകല സ്വത്തുക്കളും അഭിയുടെയും അവൻ്റെ ഭാര്യയുടെയും പേരിലേക്ക് ശേഖർ നേരത്തെ എഴുതി വച്ചിരുന്നു. എന്നാൽ 35 വയസ്സിനുള്ളിൽ അവൻ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ
അവൻ്റെ സ്വത്തുക്കളെല്ലാം അവൻ്റെ അർദ്ധ സഹോദരനായ ചന്ദ്രശേഖറിലായിരിക്കും വന്നു നിൽക്കുന്നത്. അവൻ്റെ അമ്മയെ ചതിച്ച് അപമാനിച്ച് ഇറക്കിവിട്ട മഹേശ്വരിക്ക് മുൻപിൽ തല ഉയർത്തി നിൽക്കുന്നതിനു വേണ്ടി ആ സ്വത്തുക്കളെല്ലാം അവൻ്റെ പേരിലേക്കാകാൻ വേണ്ടിയാണ് അഭി 2 വർഷത്തേക്ക് ചിത്രയെ വിവാഹം കഴിച്ചത്. അന്ന് തന്നെ സ്വത്തുക്കളെല്ലാം നിങ്ങളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഒന്ന് ശ്വാസമെടുത്തുകൊണ്ട് കിഷോർ പറഞ്ഞു നിർത്തി. പക്ഷേ അപ്പോഴും ചിത്രയിൽ ഒരു സംശയം ബാക്കിയായി. ഒരു എഗ്രിമെൻ്റ് വിവാഹത്തിന് പകരം എന്തുകൊണ്ടാണ് സാർ ഒരു യഥാർത്ഥ വിവാഹം കഴിക്കാതിരുന്നത്? എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രയെ കണ്ടതും ഇപ്പോൾ അവളുടെ ഉള്ളിൽ പുകയുന്ന സംശയം എന്തിനായിരിക്കുമെന്ന് കിഷോറിന് ഊഹിക്കാൻ കഴിയുമായിരുന്നു. എന്തുകൊണ്ടാണ് അഭി ഒരു യഥാർത്ഥ വിവാഹം കഴിക്കാത്തത് എന്നല്ലേ ചിത്ര ചിന്തിക്കുന്നത്? അവൾ അവനെ കണ്ണുകൾ വിടർത്തി നോക്കി. അവൻ പ്രണയത്തിലും വിവാഹത്തിലും ഒന്നും വിശ്വാസമില്ല ചിത്ര. പ്രണയം കാരണം തകർന്ന, അത് കാരണം മുറിവേറ്റ 2 ജീവിതങ്ങൾ കണ്ടു വളർന്നതാവൻ. അവൻ അങ്ങനെയുള്ള ബന്ധങ്ങളിലൊന്നും വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഒരു വിവാഹം വേണ്ടെന്ന് അവൻ തീരുമാനിച്ചത്. പോരാത്തതിന് നിങ്ങളുടെ വിവാഹം നടന്നന്ന് അഭിയുടെ 35ാം പിറന്നാളായിരുന്നു. അതിന് 2 ദിവസം മുൻപാണ് സ്വത്തുക്കളുടെ വിവരങ്ങൾ ഞങ്ങൾ അറിയുന്നതും. 2 ദിവസം കൊണ്ടൊരു വിവാഹം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കിഷോർ പറഞ്ഞു നിർത്തിയതും ചിത്ര അവനെ ഒന്ന് തല ഉയർത്തി നോക്കി. ഇപ്പോൾ ഈശ്വരമഠത്തിലെ സ്വത്തുക്കളെല്ലാം അഭിയുടെയും ചിത്രയുടെയും പേരിലാണ്. ഇപ്പോൾ മഹേശ്വരി അമ്മ അതിനെതിരെ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിധി വരുന്നത് വരെ ചിത്രയും അഭിയോടൊപ്പം ഈശ്വരമഠത്തിൽ നിൽക്കേണ്ടി വരും. ആ സ്വത്തുക്കളെല്ലാം അവൻ്റെ പേരിലെത്താൻ വേണ്ടിയാണ് അഭി തന്നെ വിവാഹം കഴിച്ചത്. അത് ഒരിക്കലും അവന് സ്വത്തുക്കളോടുള്ള ആഗ്രഹം കൊണ്ടോ ആർത്തി കൊണ്ടോ അല്ല. ദുർഗാദേവിക്ക് മഹേശ്വരി നിഷേധിച്ച ഈശ്വരമഠം തറവാട്ടിലെ സ്ഥാനം, പദവി, അത് അവരുടെ മകനായ അവന് നേടിയെടുക്കണമെന്നുള്ള വാശി, അതാണ് അവനെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത്. അതിൽ അവനെ തെറ്റു പറയാനും പറ്റില്ല. ആത്മാഭിമാനമുള്ള ഏതൊരു മകനും അങ്ങനെയേ ചെയ്യൂ. പിന്നെ ഞാനിതൊക്കെ ഇപ്പോൾ ചിത്രയോട് പറഞ്ഞത്, നാളെ നിങ്ങൾ ഈശ്വരമഠത്തിലേക്ക് പോയാൽ ചിത്ര അവൻ്റെ കോൺട്രാക്ട് വൈഫാണെന്ന് മറ്റുള്ളവർക്ക് തോന്നരുത്. അത് ചിത്രയുടെ കയ്യിലാണ്. പിന്നെ ചിലപ്പോൾ ഇന്നോ നാളെയോ ആയി ഇന്ദ്രൻ അങ്കിൾ വരും. അങ്കിളിൻ്റെ മുൻപിലും നിങ്ങൾ നല്ല ഭാര്യ ഭർത്താക്കന്മാരായിരിക്കണം. വൈകിട്ടൊരു 7 മണിയായപ്പോൾ തന്നെ കിഷോർ തിരിച്ചു പോയിരുന്നു. മുറിയിൽ ലാപ്പ് നോക്കി കിടക്കുന്ന അഭിയും അവനടുത്ത് ചിത്രയുമുണ്ട്. അവളുടെ മനസ്സാകെ അഭിയായിരുന്നു. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അവൻ എത്രത്തോളം ഒറ്റപ്പെട്ടിട്ടുണ്ടാകും. അവൻ്റെ അമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. സ്വന്തം കൊച്ചുമോനെ കൊല്ലാൻ നോക്കിയ മഹേശ്വരിയോടും അതിന് മൗന സമ്മതം കൊടുത്ത വസുന്ധരയോടും അവൾക്ക് വല്ലാത്ത വെറുപ്പും ദേഷ്യവും തോന്നി. വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തല ഉയർത്തി അഭി കാണുന്നത് എന്തോ ചിന്തിച്ചിരിക്കുന്ന ചിത്രയെയാണ്. ചിത്ര, അഭിയുടെ ശബ്ദം കേട്ട് തല ഉയർത്തി നോക്കിയ ചിത്ര കാണുന്നത് അവളെ നോക്കി നിൽക്കുന്ന അഭിയെയാണ്. സർ, എന്തെങ്കിലും വേണോ? അവനടുത്തേക്ക് പോയി ആവലാതിയോടെ ചിത്ര ചോദിക്കുമ്പോൾ ഒരു നിമിഷം അവളുടെ വാക്കിൽ തന്നെ കുടുങ്ങിക്കിടന്നു അവൻ. പിന്നെ അവളെ നോക്കി ചോദിച്ചു, ചിത്രയുടെ നാട്ടിലൊക്കെ ഭർത്താവിനെ സാറെന്നാണ് വിളിക്കുന്നത്? അവളുടെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടെ ചോദിക്കുന്നവനെ കാണി ഒരു നിമിഷം നിശബ്ദയായിരുന്നു അവൾ. അത് ഞാൻ കിഷോർ ചിത്രയോടെല്ലാം പറഞ്ഞതല്ലേ, നാളെ ഈശ്വരമഠത്തിലേക്ക് പോയാൽ നമ്മൾ യഥാർത്ഥ ഭാര്യ ഭർത്താവായി അഭിനയിക്കണം. അപ്പോൾ താൻ എന്നെ സാറെന്ന് വിളിച്ചാൽ അത് മറ്റുള്ളവർക്ക് സംശയം തോന്നാനിടയാകും. അതുകൊണ്ട് ആ സാറ് വിളി ഇനി വേണ്ട. അത് ഞാൻ മറ്റെന്തെങ്കിലും വിളിച്ചോളൂ. ശരി. അവളുടെ മറുപടി വന്നതും അഭിയുടെ ശ്രദ്ധ വീണ്ടും ലാപ്പിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞതും ഡോറിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടതും ചിത്ര വേഗം ചെന്ന് ഡോറ് തുറന്നു കൊടുത്തു. ഉടനെ അഭിക്ക് ഭക്ഷണവുമായി വന്ന സന അകത്തേക്ക് കയറി. ഇതാ ഭക്ഷണം, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങണ്ട. പിന്നെ നാളെ കൊണ്ടുപോകാനുള്ള നിന്റെ ഡ്രസ്സൊക്കെ ഞാൻ കാലത്ത് കൊണ്ടുവരാം. ഭക്ഷണം ചിത്രയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് സന പറഞ്ഞു. വേണ്ട, ചിത്രയ്ക്കുള്ളതെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ സന, തനിച്ച് ഫ്ലാറ്റിൽ നിൽക്കേണ്ട. ഓഫീസിനടുത്തുള്ള ഹോസ്റ്റലിലേക്ക് മാറിക്കോളൂ. ഞാൻ കിഷോറിനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ അപ്പോഴാണ് അഭി ഉണർന്നിരിക്കുവാണെന്ന് സന അറിയുന്നത് പോലും. ശരി സർ. ചിത്ര, എന്ന് ഞാൻ പോകുക എന്ന് പറഞ്ഞ് സന വേഗം സ്ഥലം വിട്ടു. കിഷോറിനോട് കയർക്കാൻ അവൾക്ക് ഭയമില്ല. പക്ഷേ അഭി ഒന്ന് നോക്കിയാൽ പോലും അവളുടെ മുട്ടൊടിക്കും. സന പോയതും അഭി ചിത്രയെ ഒന്ന് നോക്കി. ഫ്രണ്ടിനെ വിളിച്ച് ഇനി ഫുഡ് കൊണ്ടുവരണ്ടെന്ന് പറയണം. കാലത്ത് വീട്ടിലേക്ക് പോയിട്ട് ഈശ്വരമഠത്തിലേക്ക് പോകാം. ചിത്ര ഒന്ന് മൂളിയതിനു ശേഷം സന കൊണ്ടുവന്ന ഭക്ഷണം ഒരു പാത്രത്തിലേക്കാക്കി.
ചപ്പാത്തിയും വെജിറ്റബിൾ കറിയുമായിരുന്നു. അബിയുടെ കൈക്ക് വയ്യാത്തത് കൊണ്ട് ചിത്ര തന്നെയാണ് അവന് വാരിക്കൊടുത്തത്. അവൻ്റെ കൈയും വായും കഴുകാൻ വെള്ളം കൊടുത്ത് അവൾ പാത്രം കഴുകി വെച്ചു. പിന്നെ പതിയെ അബിയെ പിടിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. അവനെ ബാത്റൂമിലാക്കിയതിനു ശേഷം തിരിച്ച് ബെഡിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് പെട്ടെന്ന് ഡോറ് തുറന്ന് അകത്തേക്ക് വരുന്ന ആളിൽ ചിത്രയുടെ ശ്രദ്ധ പോകുന്നത്. അബി എന്ന് വിളിച്ചപ്പോഴേക്കും ഇന്ദ്രദേവ് അവൾക്കടുത്തേക്ക് എത്തിയിരുന്നു. കയ്യിലും കാലിലും ബാൻഡേജുമായി ചിത്രയുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന അബിയെ ഇന്ദ്രൻ ഒന്ന് നോക്കി. പിന്നെ വേഗം അബിക്കടുത്തേക്ക് പോയി ചിത്രയുടെ കയ്യിൽ നിന്ന് അവനെ താങ്ങി ബെഡിലേക്ക് കിടത്തി. എന്താ അബി, ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നിനക്കെന്നെ ഒന്ന് അറിയിക്കാൻ തോന്നിയില്ലേ? ഗൗരവത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ പരിഭവത്തേക്കാൾ കൂടുതൽ ഇന്ദ്രനിൽ നിറഞ്ഞു നിന്നത് അവൻ്റെ ഈ ഒരവസ്ഥയിലുള്ള വേദനയായിരുന്നു. ഐ ആം ഫൈൻ അങ്കിൾ, നാളെ ഡിസ്ചാർജ് ആകും. അവനെ നോക്കി ഒന്ന് ഗൗരവത്തിൽ മൂളിയ ഇന്ദ്രൻ്റെ കണ്ണുകൾ ചെന്ന് നിന്നത് അയാളെ തന്നെ നോക്കി നിൽക്കുന്ന ചിത്രയിലാണ്. ഇത് ചിത്ര എൻ്റെ വൈഫാണ്. വിവാഹം പെട്ടെന്നായതുകൊണ്ട് അങ്കിളിനെ അറിയിക്കാൻ പറ്റിയില്ല. ബെഡിലേക്ക് ചേർന്ന് കിടന്ന് അബി അത് പറയുമ്പോൾ പരമാവധി ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ ശ്രമിച്ചിരുന്നു അബി. എന്നാൽ അതേ നിമിഷമാണ് ഇന്ദ്രൻ്റെ കണ്ണുകൾ ചിത്രയെ ശരിക്കും കാണുന്നത്. അവളുടെ വലിയ കണ്ണുകളും തുമ്പപ്പൂവിൻ്റെ നിറവും കാണെ ഇന്ദ്രൻ്റെ മനസ്സിലേക്ക് മറ്റൊരു സ്ത്രീയുടെ രൂപം തെളിഞ്ഞു വന്നു. ഒരു നിമിഷം അദ്ദേഹം കണ്ണുകൾ മുറുക്കെ അടച്ചു തുറന്നു. ചിത്ര വരൂ, എനിക്കല്പം സംസാരിക്കാനുണ്ട്. ഗൗരവത്തോടെ അത് പറയുന്നതിൻ്റെ കൂടെ അവളെ ഒന്ന് നോക്കി പുറത്തേക്ക് പോയിരുന്നു അയാൾ. ചെറിയൊരു പരിങ്ങലോടെ ഇന്ദ്രൻ പുറകെ പോകുമ്പോൾ അവളുടെ കണ്ണുകൾ ഒരു നിമിഷം അബിയിൽ വന്നു നിന്നു. അതേ നിമിഷം തന്നെ അബി അവൻ്റെ കണ്ണുകളൊന്ന് അടച്ചു കാണിച്ചു. അവനെ ഒന്ന് നോക്കിയതിനു ശേഷം ചിത്ര ഇന്ദ്രന് പുറകെ പുറത്തേക്ക് പോയി. മുറിക്ക് പുറത്ത് നിൽക്കുന്ന ഇന്ദ്രൻ്റെ അടുത്ത് വളരെ മടിച്ചാണെങ്കിലും ചിത്ര പോയി നിന്നു. ഹോസ്പിറ്റൽ വരാന്തയിൽ നിൽക്കുന്ന ഇന്ദ്രൻ്റെ കണ്ണുകൾ തനിക്കടുത്തേക്ക് നടന്നു വരുന്ന ചിത്രയിലേക്ക് പോയി. ചിത്രയെ ഞാൻ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാനാണ്. 2 വർഷത്തേക്കുള്ള എഗ്രിമെൻ്റ് അവൻ നിങ്ങൾ വിവാഹം കഴിച്ചതെങ്കിലും ഇപ്പോൾ ചിത്ര അബിയോട് കാണിക്കുന്ന കരുതലും അടുപ്പവും നാളെ അവനൊരു ബുദ്ധിമുട്ടാവരുത്. ഇന്ദ്രന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ ചിത്ര അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് സ്വന്തമെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ അബി മാത്രമേ ഉള്ളൂ. അവന് ഞാനും. ഇതുവരെ അവന് നഷ്ടപ്പെട്ടു പോയ സ്നേഹവും കരുതലും കിട്ടുമ്പോൾ അവൻ്റെ മനസ്സ് നിന്നിലേക്ക് ചാഞ്ഞേക്കാം. അല്ലെങ്കിൽ നീ മനഃപൂർവ്വം അവൻ്റെ മനസ്സിലേക്ക് കയറി ചെന്നേക്കാം. അതൊന്നും ഉണ്ടാകരുത്. 2 വർഷത്തേക്കുള്ള വെറും കോൺട്രാക്ട് വൈഫാണ് ചിത്ര എന്ന് ഓർമ്മ വേണം. അല്ലാതെ അവൻ്റെ സ്വത്തും പണവും കണ്ട് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറാമെന്ന് കരുതരുത്. മനസ്സിലായോ? അവസാനത്തെ വാക്കൽപ്പം കടുപ്പിച്ച് ചിത്രയോട് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. ആരും കാണാതെ ആ കണ്ണുകൾ തുടച്ചു മാറ്റി ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ. സാറ് പറഞ്ഞതുപോലെ അബിസാറിൻ്റെ ഒരു കോൺട്രാക്ട് ഭാര്യ മാത്രമായിരിക്കും ഞാൻ. എൻ്റെ സ്ഥാനം ഞാൻ ഒരിക്കലും മറക്കില്ല. അത് മറന്നൊന്നും ആഗ്രഹിക്കുകയുമില്ല. ഇന്ദ്രൻ്റെ മുഖത്ത് നോക്കി അത് പറയുമ്പോൾ അവളുടെ നിറഞ്ഞ കണ്ണുകൾ അയാളിൽ നിന്ന് മറക്കാൻ വേണ്ടി തിരിഞ്ഞു നിന്നിരുന്നു ചിത്ര. എന്നാൽ അവളുടെ ഇടറുന്ന ശബ്ദം മാത്രം മതിയായിരുന്നു ഇന്ദ്രൻ അവനെ മനസ്സിലാക്കാൻ. അതേ കണ്ണുകളോടെ തല താഴ്ത്തി നടന്നു പോകുന്ന ചിത്രയെ ഇന്ദ്രൻ ഒന്ന് നോക്കി. അയാളുടെ ചൊടിയിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. കണ്ണുകൾ അടച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ചുവപ്പിൽ വെളുത്ത നിറമുള്ള ധാവണി അണിഞ്ഞു ചിരിക്കുമ്പോൾ നുണക്കുഴി വിരിയുന്ന ഒരു പെണ്ണിൻ്റെ ചിത്രം തെളിഞ്ഞു വന്നു. അതേ നിമിഷം തന്നെ അസ്വസ്ഥതയോടെ തല കുടഞ്ഞിരുന്നു ഇന്ദ്രൻ. സ്വാതി, ഇന്ദ്രൻ്റെ നഷ്ടപ്രണയം. കതക് തുറന്ന് മുറിയിലേക്ക് വരുന്ന ചിത്രയിലായിരുന്നു അബിയുടെ കണ്ണുകൾ. എന്നാൽ അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തല താഴ്ത്തിക്കൊണ്ട് ബാത്റൂമിലേക്ക് പോകുന്നവളെ അവൻ സംശയത്തോടെ നോക്കി നിന്നു. അബി. ഇന്ദ്രൻ്റെ ശബ്ദം കേട്ടതും അതുവരെ ചിത്രയെ ശ്രദ്ധിച്ചിരുന്ന അബിയുടെ ശ്രദ്ധ ഇന്ദ്രനിലേക്ക് പോയി. കിഷോർ എന്നോടെല്ലാം പറഞ്ഞു, നിന്റെ കോൺട്രാക്ട് മാരേജ് ഉൾപ്പെടെയെല്ലാം. എന്നിട്ടും ഞാനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് എൻ്റെ സഹോദരിയെ അപമാനിച്ചിറക്കിവിട്ട മഹേശ്വരിക്ക് മുൻപിൽ അവരുടെ സ്വത്തുക്കളുടെ അധിപനായി നീ നിൽക്കുന്നത് കാണാനാണ്. പക്ഷെ എല്ലാം കഴിഞ്ഞ് ആ കുട്ടിയെ പറഞ്ഞു വിടുമ്പോൾ നീ കാരണം അവൾ കരയാൻ ഇടവരരുത്. അബിയെ നോക്കിക്കൊണ്ട് ഇന്ദ്രൻ അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയെ ചിത്രയെക്കുറിച്ചുള്ള ആദിയായിരുന്നു. എന്നാൽ ഇന്ദ്രനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അബി. ഇത്ര നേരം അങ്കിളൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് അവൻ കരുതിയത്. എന്നാൽ അങ്കിളിന് എല്ലാം അറിയാം.